BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ച നടപടിക്കെതിരെ UDF-ലെ യുവ നേതാക്കൾക്കിടയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ച നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് റെജിൽ ചന്ദ്രൻ മാക്കുറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഒരു ഈഴവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടില്ലെന്നും ഈ യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചടി വലുതായിരിക്കുമെന്നുമായിരുന്നു റെജിൽ മാക്കുറ്റി പറഞ്ഞത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു റെജിലിന്റെ വിമർശനം. വെള്ളാപ്പള്ളിയെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. വർഗീയ പരാമർശങ്ങളുടെ പേരിൽ വ്യാപക വിമർശനം ഏൽക്കേണ്ടി വന്ന വെള്ളാപ്പള്ളി നടേശനോട് അടുക്കുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നതെന്നാണ് ഉയർന്നിരിക്കുന്ന വിമർശനം. ഇതിനു പുറമെ NDA ഘടകകക്ഷി നേതാവ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചത്. വെള്ളാപ്പള്ളിയുടെ മുന്നിൽ ബിന്ദു കൃഷ്ണ കൈകൂപ്പി നിൽക്കുന്നതും അദ്ദേഹം തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതുമായ ചിത്രം വെള്ളാപ്പള്ളിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നത്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ അടക്കം വിഷയത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റാണെന്നും മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മര്യാദകൾ പ്രതീക്ഷിക്കുന്നുവെന്നുമായിരുന്നു ദുൽകിഫിൽ പറഞ്ഞത്. സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും ദുൽകിഫിൽ പറഞ്ഞിരുന്നു. ബിന്ദു കൃഷ്ണയുടെ നടപടിയെ പരിഹരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ആബിദ് അലിയും രംഗത്തെത്തിയിരുന്നു. UDF അധികാരത്തിലെത്തിയതിൽ VD സതീഷിനൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവെന്നും അങ്ങനെ ഒരു മാന്ത്രികനെ ബിന്ദു കൃഷ്ണ കണ്ടതിൽ തെറ്റൊന്നുമില്ലെന്നായിരുന്നു ആബിദിന്റെ പരിഹാസം. അതേസമയം വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ച സംസ്ഥാന മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിറും രംഗത്തെത്തി. UDF നേതാക്കളെ നിരന്തരം അധിക്ഷേപിക്കുന്ന വർഗീയ ശക്തികൾക്ക് മുന്നിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കുന്നത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. UDF നേതാക്കളെ പുലഭ്യം പറഞ്ഞ വർഗീയ മാലിന്യത്തെ അങ്ങോട്ട് ചെന്ന് ആശ്ലേഷിച്ച നടപടി ജനാധിപത്യ ബോധമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ് ഷാക്കിർ കുറ്റപ്പെടുത്തിയത്. ഈ ഭരണം ആർക്കും വെറുതെ കിട്ടിയതല്ലെന്ന് മന്ത്രി ഓർക്കണമെന്ന് ഷാക്കിർ കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമാണ് UDF ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത്. ഇക്കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാകണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെള്ളാപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ച ഉയർത്തിയ വിവാദങ്ങളിൽ നിന്നും ലോക ക്ഷീരദിനാശംസകൾ നേർന്നുകൊണ്ട് തല ഉയരാമെന്ന് മന്ത്രി കരുതേണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പരിഹസിച്ചു. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പ്രമുഖ സമുദായ നേതാക്കളുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുന്നത് പതിവാണ്. എന്നാൽ മുന്നണി നേതാക്കളെ പരസ്യമായി അധിക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി ബിന്ദു കൃഷ്ണ നേരിട്ടെത്തി സന്ദർശിച്ചതാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ യുവജന സംഘടനകളെ ചൊടിപ്പിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.